ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാൽക്കപ്പയും നല്ലൊരു ഫിഷ് ഫ്രൈയും തയ്യാറാക്കി എടുക്കാം. ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നതിനായി പൂമീനാണ് എടുത്തിരിക്കുന്നത്. മീൻ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം വട്ടത്തിലുള്ള ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 6 മീൻ കഷ്ണങ്ങളാണ് ഫ്രൈ ചെയ്യാനായി എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് 1.5 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവാപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം മീനിൽ നന്നായി തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് പാൽക്കപ്പയ്ക്ക് ആവശ്യമായ കപ്പ എടുത്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇതൊരു കുക്കറിൽ ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം. പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാനായി കുറച്ച് കാന്താരി മുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ഇപ്പോൾ കപ്പ ഒരു പകുതി ഭാഗത്തിൽ കൂടുതൽ വെന്ത് വന്നിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വാർത്ത് കളയണം. ഇനി ഈ കപ്പയിലേക്ക് ചതച്ചെടുത്ത മിക്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നീട് കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് വേണ്ടത് 1 ഗ്ലാസ് അളവിലുള്ള പാലാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാനായി ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് കടുകും കറിവേപ്പിലയും ഇട്ടുകൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
മീനിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മീനൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് മറുപുറം കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇനി കപ്പയിലേക്ക് കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഇളക്കാം. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽക്കപ്പയും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ഓൾ എന്നുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുതേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിച്ചേക്കണേ. താങ്ക് യു.